ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. ഇങ്ങനെ സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാനയിലൊക്കെ ധ്യാനങ്ങളായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. വീണ്ടും നാട്ടിലെ ധ്യാനങ്ങളിലേക്ക് ആഴമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ലോക്കലൊക്കെ അല്ല, നാഷണലും അല്ല, ഇന്റർനാഷണൽ ലെവലിലുള്ള ആളാണല്ലോ. അത് പിന്നെ എനിക്കറിയാം. അപ്പോൾ ഏതായാലും അനുഭവങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ എപ്പിസോഡ് എത്ര കണ്ടാലും അതുകൊണ്ട് ആൾക്കാർക്ക് മതിയാവില്ല കേട്ടോ. തീർച്ചയായിട്ടും വീണ്ടും ഒരുപാട് അനുഭവങ്ങളാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ചോദിക്കണമെന്ന് ഓർക്കുന്നത് ശരിക്കും കുടുംബജീവിതത്തിൽ അനുഭവപ്പെടുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം, വളരെ സന്തോഷത്തോടെ നമ്മളിങ്ങനെ ജീവിതം മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും ചില പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ തലപൊക്കുന്നത്. ചിലപ്പോൾ അത് സാമ്പത്തികമാകാം, രോഗമാകാം, മക്കളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് അങ്ങനെ പല ഇഷ്യൂസും വരുമ്പോഴാണല്ലോ ശരിക്കും അച്ഛനെ കാണാനും കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് ആൾക്കാർ ഓടി വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നല്ല പ്രാക്ടീസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി എന്ന് പറയണം. അപ്പോൾ എനിക്കൊന്ന് തുടക്കം നമുക്ക് സാമ്പത്തികത്തിൽ തന്നെ തുടങ്ങാം. പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഭയങ്കര സാമ്പത്തികമായി നല്ല ലെവലിൽ നിന്നിട്ട് പെട്ടെന്നൊരു ബിസിനസ് ഫെയിലേഴ്സ് വരിക. അപ്പോൾ കുടുംബത്തിൽ അത് ഭയങ്കരമായ ഇഷ്യൂസ് ഉണ്ടാക്കുമല്ലോ. ചിലപ്പോൾ സ്വരച്ചേർച്ചയില്ലായ്മ, ചിലരും അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല, കുറ്റപ്പെടുത്തൽ, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബം എങ്ങനെ നിലനിൽക്കണം, എങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യണം, എങ്ങനെ അതിനെ അതിജീവിക്കണം? നമ്മുടെ 127 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ: കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവലക്കാരുടെ ഉറക്കൊഴിവും വ്യർത്ഥം. ദൈവത്തോട് ചേർന്ന് നിന്ന് വേലയെടുക്കുന്നവർക്ക് സൗന്ദര്യം പോയാലും സമ്പത്ത് പോയാലും എല്ലാം തകർന്നാലും പിടിച്ചു നിൽക്കും. സ്വന്തം ബുദ്ധിയിലും സാമർഥ്യത്തിലും ആശ്രയിക്കുന്നവർക്ക് പണം തീർന്ന പ്രശ്നം, സൗന്ദര്യം തീർന്ന പ്രശ്നം, ചെറിയ നൊമ്പരം വന്ന പ്രശ്നമായിട്ട് മാറും. അപ്പം നമുക്ക് പരീക്ഷ മുതൽ ആരംഭിക്കുന്നത് ഒരു കുടുംബം കലങ്ങിയത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോഴാണ്. അതാണല്ലോ ഉൽപ്പത്തി നമ്മൾ കാണുന്നത്. ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ, സായം സന്ധികളിൽ ചേർന്ന് നടന്നപ്പോൾ അവർ സന്തോഷത്തോടെ ഉലാത്തി. ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായി. എൻ്റെ പെണ്ണെന്ന് പറഞ്ഞവൻ നീ ശിക്ഷിച്ചു തന്ന സ്ത്രീ എന്ന് കമൻറ്റ് പറയാൻ തുടങ്ങി. ഇതുപോലെ സാമ്പത്തിക തലത്തിൽ ഇപ്പം ഭർത്താവിന് എന്തെങ്കിലും കണക്കൂട്ടിൽ വരുന്ന പാളിച്ച കൊണ്ട് ഒരു സാമ്പത്തിക തകർച്ച വന്നാൽ ഭാര്യയോ, ഭാര്യയുടെ ഇടപെടൽ മൂലം ഒരു നമ്പരം വന്നാൽ ഭർത്താവോ, ആരോപണ പ്രത്യാരോപണങ്ങളിൽ പരസ്പരം കുറ്റം ആരംഭിക്കുമ്പോൾ അവിടെ നടുവിൽ ദൈവമില്ല. നടുവിൽ ദൈവം ഉണ്ടെങ്കിൽ ആ രീതി കമൻറ്റ് പറയുകയില്ല. സപ്പോസ് കുടിച്ച ഉഴപ്പി നശിപ്പിച്ചതാണെങ്കിൽ കമൻറ്റ് പറയും. എങ്ങനെയോ സംഭവിച്ചു പോയതാണ്, ഒട്ടും ഓർത്തിട്ടില്ല. അപ്പം അവിടെ കരുണയോടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാര്യയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് പറയുക, ദാമ്പത്യ ബന്ധത്തെ ഒരുത്തന് ഒരുത്തിയും ഒരുത്തിക്ക് ഒരുത്തനെയും കൊടുത്തെന്നാണ് പറയുക. അത് ചുരുട്ടി പറയില്ല, അല്പം നീട്ടി പരത്തി പറയേണ്ട വാക്കാണ്. ഒരു തേന് ഒരു തീയെയും ഒരു തീക്ക് ഒരു തേനെയും കൊടുത്തു. കെട്ടിയവൻ തീ പോലെ ആളുമ്പോൾ മനസ്സിൽ വേദനിക്കുമ്പം ഭാര്യ തേൻ പോലെ മയപ്പെടുത്തണം. സാരമില്ല, നമ്മൾ വെറും കൈയോടെ വന്നതല്ലേ, വീണ്ടും ഒന്നേം തുടങ്ങാം. ആ ധൈര്യം കൊടുത്ത് ഒരു ഭർത്താവിന് വീണ്ടും തുടങ്ങാൻ പറ്റിയെന്നിരിക്കും. ഭാര്യയ്ക്കൊരു പളിച്ച് വരിക, സാരമില്ല മോളെ, ഞാനല്ലേ കൂടെയുള്ളത്, ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ അവൾക്ക് ഒന്നേന്ന് തുടങ്ങാൻ പറ്റും. അപ്പം അങ്ങനെ ഒന്നേന്ന് തുടങ്ങാനുള്ളൊരു സാഹചര്യം ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടായി കൊടുക്കണം. ആരോപണങ്ങൾ അതല്ല, അത് ശരിയല്ല എന്ന് നമ്മൾ ഈ രീതിയിൽ വരുന്നവരോട് ഉപദേശമായിട്ട് പറയാറുണ്ട്. ഒരുപാട് പേർക്കത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും അവർ പറയും, അന്നത്തെ ആ ഒരു അഡ്വൈസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞാണെന്നില്ല, വേറെ എവിടെയെങ്കിലും വൈദികരോ അറിവുള്ള ആത്മായരോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങൾ പലരും താങ്ങി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കാൻ പഠിക്കണം. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഭാര്യയും ഭർത്താവും മാത്രമുള്ളതായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട്. കുടുംബത്തിൽ ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ എതിരഭിപ്രായക്കാരാണെങ്കിലും ഇവർ സക്സസ്ഫുൾ ആയിട്ട് പിന്നെ തിരിച്ചു വരുന്നത് കാണാറുണ്ട്. ഇല്ല, അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരുമിച്ച് നിന്നാൽ മതി. കാരണം ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണെന്നാണല്ലോ വിവാഹത്തിൻ്റെ പ്രമാണം. പലപ്പോഴും കല്യാണം കഴിഞ്ഞാലും അന്ന് പറഞ്ഞാലും എന്നും രണ്ടാ. ഞാനും എൻ്റെ വീട്ടുകാരും, എൻ്റെ ആങ്ങളെയും എൻ്റെ ആൾക്കാരും, ഞാനും എൻ്റെ വീട്ടുകാരും, നീ അവിടുന്ന് ഞാൻ ഇവിടുന്ന്, ആ രീതിയിൽ എപ്പോഴും ആ ദ്വന്ദ്വചിന്ത വരുമ്പോഴത്തേക്ക് ഇതെല്ലായിടത്തും പ്രശ്നം. കൊച്ചു കാര്യം മതി പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനും പ്രകോപിതരാകാനും പ്രശ്നം ഉണ്ടാക്കാനും. ഞാനിങ്ങനെ ഓർക്കുന്നൊരു കാര്യം, ചില കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായാൽ അവർ ഒറ്റക്കെട്ടാണ്.
പ്രശ്നങ്ങളില്ലാത്തപ്പം അവർ പല കെട്ടുകളാണ് അല്ലെങ്കിൽ പലതാണ്, അത്ര വലിയ സ്നേഹമൊന്നുമില്ല. പക്ഷെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം കൂടുന്നു, ആകപ്പാടെ അതങ്ങനെയാണല്ലോ അല്ലേ, ഒരു പ്രശ്നം വരും. പക്ഷെ അത് എല്ലാവരിലും ഉണ്ടോ? ചിലർ പക്ഷേ കുറ്റപ്പെടുത്തി മാറുന്നതും കാണാം. അത് ഈ മനുഷ്യൻ്റെ ഒരു മാനസിക ഭാവം അനുസരിച്ചാണ്. ചിലപ്പോഴൊക്കെ ചില പ്രതിസന്ധി വരുന്നത് ദൈവം തന്നെ അനുവദിക്കുന്നതുണ്ട്, ഐക്യത്തിലും ഒരുമിപ്പിലും കൊണ്ടുവരാൻ വേണ്ടി. സപ്പോസ് ഒരു കുടുംബനാഥൻ കുടിച്ചു, മരണത്തെ ഫേസ് ചെയ്യുമ്പം ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്ന് ഒരു ധ്യാനമന്ദിരത്തിൽ പോകാനുള്ള ഇടയുണ്ടാകാറുണ്ട്. അപ്പം ചിലപ്പോൾ ചില മരണങ്ങൾ, ചില ദുരിതങ്ങൾ, ചില രോഗങ്ങൾ ചിതറിയ മനുഷ്യനെ ഒരുമിപ്പിച്ച് കൂട്ടും. അങ്ങനെ വരാറുണ്ട്. പിന്നെ ഭാര്യയോട് പിണക്കോളിലും ഭാര്യയ്ക്കെതിരെ ആരെങ്കിലും പറയുമ്പം എൻ്റെ പെണ്ണല്ല എന്നൊരു ചിന്ത ഭർത്താവിലേക്കും, ഭർത്താവിനെ കുറ്റപ്പെടുത്തുമ്പോൾ എൻ്റെ അഭിമാനമല്ലേ മനുഷ്യൻ, ആ ചിന്ത ഭാര്യയിലേക്കും വരുമ്പം ഒരുമിച്ച് നിൽക്കാൻ തോന്നും. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചിന്ത വരുന്നത് ശരിക്കും ആ കൂദാശയുടെ അല്ലെ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലല്ലേ. പറയുന്നുണ്ടല്ലോ, നിൻ്റെ കാലത്ത് നിന്നെ സഹായിക്കാൻ നിരവധി സുഹൃത്തുക്കളെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യും എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ്. ആ സമയം വരുമ്പോഴത്തേക്ക് ഒരു കൗദാശിക ബലത്തിൽ അവർ ഒന്നായിത്തീരും. അതേസമയത്ത് ആ രീതിയിലല്ല ജീവിക്കുന്നതെന്ന് വരിയിൽ ഈ ഇഷ്യൂസൊക്കെ അവരെ സെപ്പറേറ്റ് ചെയ്യും, അസ്വസ്ഥരാകും, രണ്ടാക്കി മുറിക്കും. സഭാപ്രകാരമുള്ള ജീവിതമാണെങ്കിൽ അത് ഒരുമിച്ച് ചെയ്യും. അപ്പം അതിൽ തന്നെ ചിലപ്പോൾ ചില കേസുകളിൽ ഭർത്താവ് സഭാപരമായ ജീവിതമൊന്നും ഇല്ല, പക്ഷെ ഭാര്യ വളരെ സഭാപരമായ ജീവിതം, നേരെ തിരിച്ചും കാണാം. പക്ഷെ ഒരാളുടെയെങ്കിലും നന്മയെ തമ്പുരാൻ പരിഗണിക്കാതിരിക്കുമോ? മാനിക്കും, തീർച്ചയായിട്ടും. ഒത്തിരി കാര്യം അങ്ങനെ. അതുകൊണ്ടല്ലോ നമ്മൾ ഈ പ്രാർത്ഥനയും കൂദാശയെന്നൊക്കെ പറയുന്നത് ഒരു AC റൂമിൽ കയറിയിരിക്കുന്ന പോലെ. AC റൂമിൽ ആർക്ക് തെമ്മാടി വന്നാലും നല്ലവൻ വന്നാലും ഒക്കെ ഒരു കുളിർമയുണ്ട് എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ മതി, ആ വീടൊരു AC റൂമാണ്. അതിനകത്ത് പ്രാർത്ഥിക്കാത്ത കെട്ടിയവനും മക്കളുമാണെങ്കിലും അവർക്കും ആ കുളിർമയുടെ ഒരു അംശം കിട്ടും. അത് തകർച്ചയുടെ നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് അനുഭവിക്കാനും അറിയാനും സാധിക്കും. അപ്പോൾ സാമ്പത്തികം കഴിഞ്ഞു. പക്ഷേ ഇനിയിപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഈ അപ്രതീക്ഷിതമായ രോഗങ്ങൾ വരും ജീവിതത്തിൽ. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു എല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യം. ഈ രോഗങ്ങളൊന്നും വരല്ലേ, വേറെ എന്തുണ്ടെങ്കിലും സഹിക്കാം എന്ന് പറയും. പക്ഷേ ഈ രോഗം വരുമ്പോൾ പലരും ഇതുപോലെ തന്നെ അതെന്താണ് അവർക്ക് അങ്ങനെ വന്നത്, എന്നും പള്ളിയിൽ പോയിട്ട് എന്നും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും സഫറിങ് എന്നുള്ളൊരു സംഗതി നമുക്ക് അറിയുകയൊക്കെ ചെയ്യാം. കുരിശ് കർത്താവിൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് പറയുമ്പോഴും മനുഷ്യനത് ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളിലൂടെ ഒക്കെ പോകുന്ന ഒരു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനും അല്ലാതെയൊക്കെ വരും. അച്ഛൻ അവരെങ്ങനെയാണ് ഒന്ന് ശക്തിപ്പെടുത്തി വിടുക? നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം? അല്ല, നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കും, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്തോളം ലോകത്തിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതാണല്ലോ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം. ദൈവം മനുഷ്യനായി അവതരിച്ചത് ഈ ലോകത്തിൻ്റെ കൊതുകും ബിന്ദും പ്രാണിയും ചൂടും തണുപ്പും മഞ്ഞും മഴയും ഒക്കെ അനുഭവിക്കാൻ മനസ്സായിട്ടാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. അതാണ് മനുഷ്യാവതാരം. ഇതുപോലെ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിക്കുന്ന കാലത്തോളം ഡെങ്കിപ്പനി വരാം, കൊറോണ വരാം, ചിക്കൻഗുനിയ വരാം, വെള്ളപ്പൊക്കം ഉണ്ടാകാം, വരൾച്ച ഉണ്ടാകാം. അതിലൂടെയൊക്കെ കടന്നു പോകണം. യേശു 33 വർഷം അതിലൂടെ കടന്നുപോയി. നമ്മൾ ചിലപ്പോൾ 85, 90, 100 വരെയൊക്കെ ഇതിലൂടെ കടന്നു പോകും. അപ്പം അങ്ങനെ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ ഭാഗമായി വരുന്നതിനെ അതുപോലെ നേരിടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഈടും പക്വതയുമാണ് അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. എല്ലാം ഓക്കെ ആയിട്ട് പോകുമ്പോൾ ഞാനും ഓക്കെ ആണെങ്കിൽ അതിനകത്ത് എനിക്ക് ദൈവികതയൊന്നുമില്ല. നിരീശ്വരവാദിക്കും അങ്ങനെയാണ്. എല്ലാം അപ്രതീക്ഷിതമായി തകർച്ച വരുമ്പോൾ അതിനെ അതിജീവിക്കുന്ന കരുത്ത് കാണിക്കുന്നിടത്താണ് വിശ്വാസവും ദൈവികതയും. അപ്പം അത് കാണിക്കാൻ പഠിക്കണം. ഇപ്പം ഭാര്യയ്ക്ക് രോഗം വരുമ്പോഴും എന്തോ എൻ്റെ ഭാര്യയിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ നിഗൂഢ പദ്ധതിയാണിത്. ആ രീതിയിൽ ഭർത്താവ് കാണണം. ഭർത്താവിന് തകർച്ച വരുമ്പോൾ ഭാര്യ കാണണം. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി കുർബാന സ്വീകരിക്കുന്നതെല്ലാം ഉണ്ട്. പക്ഷേ രോഗിണിയായ ഭാര്യയോട് കരുതലില്ലെങ്കിൽ ആ മനുഷ്യന് കുർബാനയ്ക്ക് അർത്ഥമില്ല. കുർബാനയ്ക്ക് പോകുന്നതിനേക്കാൾ അർത്ഥം തളർന്നു കിടക്കുന്ന ഭാര്യയെ ശുശ്രൂഷിക്കുന്നതല്ല, തകർന്നു കിടന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതല്ല. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം നീതിയില്ലാത്ത ഭക്തനേക്കാൾ ദൈവത്തിനിഷ്ടം ഭക്തിയില്ലാത്ത നീതിമാനെയാണ്. അപ്പോൾ ആ ഒരു ചിന്ത കുടുംബങ്ങളിലും നമ്മളിലൊക്കെ വേണം. ഇപ്പം എൻ്റെ തളർന്നു കിടക്കുന്ന ഭാര്യയെ ശുശ്രൂഷിക്കാനുള്ള ബലം കിട്ടാനാണ് എൻ്റെ കുർബാന. പ്രായമായ അപ്പനെയമ്മയെ ശുശ്രൂഷിക്കാനുള്ള കൃപ കിട്ടാനാണ് എൻ്റെ വിശുദ്ധ കുർബാന. രണ്ടും പാളം പോലെയല്ല, ഒന്നതൊന്നിതില്ല. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ അത് ചിന്തയിലേക്ക് വരണം. അത് നമ്മൾ മനുഷ്യർക്കും പറഞ്ഞു കൊടുക്കും. അതാണ് യാഥാർത്ഥ്യം. നമ്മളതിനെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ.
നമ്മൾ അപ്സരസുകളോ മാലാകമാരൊന്നുമല്ല. ഭൂമിയിൽ കൃമികളെ പോലെ ജീവിക്കുമ്പം അതിനകത്ത് ജീവിക്കും. അതിൻ്റെ എല്ലാം നമ്മുടെ ദേഹത്ത് നമ്മൾ ആർജിക്കണം. ഞാൻ പറയുന്നത് അച്ഛൻ പറഞ്ഞല്ലോ, ഒരു കൃപ അതാണല്ലോ നമുക്ക് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നടത്താൻ പറ്റും. പിന്നെ മൂന്നാമത്തെ രോഗം കഴിഞ്ഞു, സാമ്പത്തികം കഴിഞ്ഞു, ഇനി മക്കളെക്കുറിച്ചാണ് പറയുക. നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണല്ലോ മക്കളെ കൊച്ചുനാളിൽ തൊട്ട് തന്നെ എല്ലാം പ്രാർത്ഥിച്ചും പെറുക്കിയും കാറ്റഗിസം പഠിപ്പിച്ചും ഒക്കെ വളർത്തി വന്നാലും ഇവരെന്താവും എങ്ങനെയാവും എന്നൊന്നും ഇന്നത്തെ കാലത്ത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചിലപ്പം മക്കൾക്ക് ഉണ്ടാകുന്ന ചില സെറ്റ് ബാക്സുകൾ, ചിലപ്പോൾ പരീക്ഷയിലൊക്കെ ഉണ്ടാകുന്ന ചില പരാജയങ്ങൾ ഒക്കെ അവരെ തളർത്തിപ്പോയി കഴിയുമ്പോഴത്തേനും ഈ മാതാപിതാക്കൾക്ക് തീരെ സഹിക്കാൻ പറ്റാതെ വരും. ഇപ്പോഴും അങ്ങനെയാണല്ലോ, മക്കൾക്ക് നോവുമ്പം കാരണവന്മാർക്ക് ആർക്കും സഹിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ വരാറില്ലേ ശരിക്കും? അതുപോലെ തന്നെയാണ് ഈ പ്രേമം. അതൊരു വലിയ വില്ലനാണല്ലോ. ഇത്രയും നന്നായിട്ട് വളർത്തിയിട്ടും ഇപ്പം മറ്റുള്ള മതസ്ഥരെയൊക്കെ കല്യാണം കഴിച്ച് അങ്ങനെ പോകുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അവരൊക്കെ നോക്കിയാൽ അറിയാം, പള്ളിയിലെ കൈക്കാരൻ്റെ മകൾ, അല്ലെങ്കിൽ അമ്മ മാതൃദീപ്തിയിലെ ഏറ്റവും വലിയ ആളായിരിക്കും, അല്ലെങ്കിൽ മക്കൾ സൺഡേ സ്കൂളിലെ ഏറ്റവും ടോപ്പായിട്ട് പഠിച്ചിറങ്ങിയവരായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനത്തെ സെറ്റ് ബാക്സുകൾ ഇഷ്ടംപോലെ ഇപ്പോൾ കേൾക്കാറുണ്ട്. അപ്പോൾ ആ കുടുംബങ്ങളിങ്ങനെ തകർന്നാകെപ്പാടെ ഒരു വിഷമിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ, അതായത് മകള് പോയി ഒരാളുടെ കൂടെ, അല്ലെ മകൻ പോയി, അപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നവരുണ്ട്. നീ നോക്കാഞ്ഞിട്ടാ, അതൊക്കെ അച്ഛൻ്റെ അടുത്ത് പറയാറുണ്ടായിരിക്കുമല്ലോ. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ പ്രോബ്ലത്തെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യണം? അതിന്ന് കാലത്തിന് ഒരുപാട് മാറ്റം വന്നു എന്നുള്ളത് പേരൻസ് മനസ്സിലാക്കണം. നമ്മുടെ പഴയകാല കാരണന്മാർ വരുന്ന അവസാന വാക്കെന്നുള്ള കാലം മാറി. പിന്നെ ജീവിക്കുന്ന പഴയ കാലത്തിൻ്റെ ചുറ്റുപാടുകൾ മാറി. ഒരുപാട് അന്തരീക്ഷങ്ങളിൽ മാറ്റം വന്നു. അപ്പം അതിനെ മനസ്സിലാക്കുന്നൊരു വിശാല ഹൃദയം പേരൻസിന് ഉണ്ടാകണം. അതേ സമയത്ത് വിശാല ഹൃദയമൊന്നും പറഞ്ഞ് ആ വഴിക്കോട്ട് പിള്ളേരെ അനുവദിക്കാനോട്ട് പറ്റത്തുമില്ല. അപ്പം നമ്മൾ സാധാരണയായിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറയും. ഇതിൻ്റെ വാളിച്ചകളും പ്രേമബന്ധമൊക്കെ പ്രത്യേകിച്ച് അപകടങ്ങൾ, ഒളിച്ചിരിക്കുന്ന ചതിക്കുഴികളുണ്ട്, അത് ശ്രദ്ധിക്കണം, അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഒന്നും സമ്മതിക്കുന്നില്ല, പറയണം ഇപ്പം പഠിക്കുവാണല്ലോ, കുറച്ച് പൂർത്തിയായി സ്വന്തം കാലിലൊക്കെ നിന്ന് കഴിയുമ്പോഴും ദൈവം ഇത് തന്നെയാണ് വെച്ചതെങ്കിൽ നമുക്കന്ന് തീരുമാനിക്കാം. ഇപ്പോഴതിൻ്റെ സമയമല്ല, ഇപ്പോൾ ഇച്ചിരി വിശാലമായ ലോകത്തെ ഒന്ന് കാണുക, അങ്ങനെ കണ്ടു പഠിക്കുക. കാലത്തിൻ്റെ പൂർണ്ണതയിൽ എന്താണ് അന്ന് വരിക അപ്പം ചിന്തിക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും അങ്ങനെ തന്നെ പിന്നീട് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ചില കുട്ടികളൊക്കെ ഇങ്ങനത്തെ. അപ്പോൾ ആ രീതിയിലൊക്കെ സംസാരിക്കണമെന്ന് പേരൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. മക്കളോട് പറയും, നിങ്ങളെ ഭൂമിയിൽ കണ്ട ദൈവം അമ്മയും അപ്പനുമാണ്. അപ്പം വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 അനുഗ്രഹങ്ങളാണ്. അപ്പോൾ 1 ദൈവാനുഗ്രഹം, 2 പേരൻസിൻ്റെ അനുഗ്രഹം, 3 ജീവിത പങ്കാളിയുടെ അനുഗ്രഹം. ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാതായാൽ സാവധാനം ജീവിതം വരണം. അപ്പം ദൈവാനുഗ്രഹമാണ് നമ്മുടെ വിശ്വാസം, മതപരമായ അടിസ്ഥാനത്തിൽ കുദാശപരമായിട്ട് ജീവിക്കുമ്പം ദൈവാനുഗ്രഹമുണ്ട്. അതുപോലെയാണ് അപ്പനും അമ്മയും. അപ്പം ഒരു കാരണവശാലും അപ്പൻ്റെ അമ്മയുടെയും കണ്ണ് നിറയുന്ന തീരുമാനമോ സംസാരമോ ഇടപെടലോ ഉണ്ടാകരുത്. അവരോട് പറയും, വേദനിപ്പിക്കരുത്. കാരണം ആ വേദന അത് ഇവരുടെ ജീവിതത്തെയും ബാധിക്കും. പേരൻസിൻ്റെ വേദന കാരണം അതൊരു നീരാവി പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കുട്ടികളോട് പറയും. പേരൻസിനെ അതുപോലെ കമൻറ്റുകൾ പറയുകയോ വേദനിപ്പിക്കുകയോ മുറിപ്പെടുത്തുകയോ ചെയ്യാതെ വേണം. കാരണം പ്രേമിച്ച് കെട്ടുമ്പോൾ വികാരം മാത്രമേ പൂർത്തിയാവുള്ളൂ, വിവേകം പോവും. പിന്നെ ഒരു വലിയ കമ്മ്യൂണിറ്റി അവർക്ക് നഷ്ടമാകും. നമ്മളൊരു തകർച്ച ദാമ്പത്യത്തിൽ വന്നാൽ പിടിച്ചു നിൽക്കുന്ന എന്താ? അപ്പൻ്റെ അമ്മേൻ്റെയും കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടിലാണ് ഒരു പെണ്ണ് നിൽക്കുക, ഒരു പുരുഷൻ നിൽക്കുക. ആ ബലം മുഴുവൻ ചോർന്നു പോകും, ഇങ്ങനെ പോകും. അതുകൊണ്ട് 100 ഡൈവോഴ്സ് കേസ് വരുമ്പോൾ ഇതാണ് പ്രശ്നം. ആരും താങ്ങില്ല, ഇവർ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ തേർഡ് പാർട്ടി പോലെ അഡ്വൈസ് ചെയ്യുന്നതേ ഉള്ളൂ, ബേസിക് ഇഷ്യൂ മാറുന്നില്ലല്ലോ. അപ്പം അത് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ അപകടമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. അത്രയെല്ലാം നമ്മൾ അങ്ങനെ കണ്ണു തുറപ്പിക്കുന്ന വഴികളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം പേരൻസിൻ്റെ അനുഗ്രഹം വേണം. പേരൻസിനോട് പറയും, നിങ്ങൾ ശപിക്കുകയോ ഭ്രാവുകയും ചെയ്യല്ലേ, ക്ഷമാപൂർവ്വം കാത്തിരിക്കുക, ഇതിന് ഉത്തരം ഉണ്ടാവും, അത് വരുമ്പോൾ കാത്തിരിക്കാൻ പറയും. അതുപോലെയാണ് പരസ്പര അനുഗ്രഹവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭർത്താവിന് തോന്നും, ഇവിടെ കെട്ടിയതുകൊണ്ടാണ് എൻ്റെ വീട്ടുകാരെല്ലാം പോയതെന്ന്. ഏത് സൗന്ദര്യത്തിനും 3 ദിവസത്തിൻ്റെ പഴക്കമുള്ളൂ. എന്താ വികാരങ്ങളെല്ലാം അങ്ങനെ. പിന്നെ ആവർത്തന വിരസതയാണ്. അത് കഴിയുമ്പോഴത്തേന് കൊച്ചു ഇഷ്യൂ വലിയ ഇഷ്യൂ ആയിട്ട് മാറും. നിന്നെ കെട്ടിയതുകൊണ്ട് എൻ്റെ കുടുംബം തകർന്നവൻ, തൻ്റെ കൂടെ ഒന്നുകൊണ്ട് ഞാൻ പോയി അവള്, കാരണം ഇവക്കും വീട്ടുകാരില്ല അവനും വീട്ടുകാരില്ല, അങ്ങനത്തുള്ള വിപത്തുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്ത് പേരൻസിനോട്
പരമാവധി പറഞ്ഞിട്ടും പറ്റിയാൽ ഉൾക്കൊള്ളാനുള്ള വഴികൾ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സമുദായത്തിലേക്ക് ചേർത്ത് കെട്ടിക്കാൻ നോക്കുക. അങ്ങനെയൊക്കെയുള്ള ഉപദേശം നമ്മൾ പ്രാക്ടിക്കലി പറഞ്ഞു കൊടുക്കും. ചില ആണുങ്ങൾ അതിന് മനസ്സാകണമെന്നില്ല, അതങ്ങനെയുണ്ട്. അപ്പം പിള്ളേരോടും നിങ്ങൾ ഇന്ന മേഖല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്ന വിപത്ത് അപകടമുണ്ട്, ആ രീതി മക്കളോട് പറഞ്ഞു കൊടുക്കും. അതൊക്കെയാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന രീതികൾ. ചില കേസുകളിൽ ഇങ്ങനെ ചില മക്കൾക്ക് ചില പരാജയങ്ങൾ അല്ലെങ്കിൽ ചില രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില മാതാപിതാക്കൾ ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ എന്തോ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പാളിച്ച കൊണ്ടാണോ, നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ച് വെറുതെ നെടുവീർപ്പിടുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ അവർക്ക് എന്താ അച്ഛൻ ഇപ്പം ബൈബിളിൽ പറയാറുണ്ട്, നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ കുഴപ്പം കൊണ്ടല്ല, അല്ലെങ്കിൽ ദൈവമഹത്വം പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ്, ഈ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവിനെയും ഒന്നും കൂടെ ഒന്ന് ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പല വഴികൾ കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവരോട് അച്ഛൻ എന്താ പറയാനുള്ളത്? അതൊരു പഴയ നിയമ കാഴ്ചപ്പാടാണ്, പൂർവ്വശാപം. അപ്പം കാരണവന്മാരുടെ പാപത്തിൻ്റെ പരിഹാരം മക്കളിൽ അതിന് കോൺസെപ്റ്റുണ്ട്. അത് യേശു തിരുത്തിയായിരുന്നു. അത് പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്കേ ഇല്ല. പൂർവ്വശാപത്തിൻ്റെ വാക്കൊന്നും പുതിയ നിയമത്തിൽ ഒരിടത്തും കാണിക്കാൻ പറ്റുകയില്ല. എല്ലാവരും ബൈബിളിൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ പ്രാകൃതമായ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഇവൻ പറയുന്നത് കേൾക്ക്, അതാണ് താബോർ മലയിൽ പറഞ്ഞത്. ഇത്രയും നാൾ ഏലിയായും മോശയൊക്കെ പറഞ്ഞു കേട്ടു, ഇനി ഇവൻ പറയുന്നത് കേൾക്ക്, അതാണ് മത്തായി 17. അപ്പം നമുക്ക് ജീവിതത്തിൽ കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നമ്മൾ കേൾക്കണം എന്ന് പറയും. ഇപ്പം ആരുടെയും പാപത്തിന് ശിക്ഷയായി ഒന്നിനെയും നമ്മൾ കാണരുത്. അല്പം കൂടെ ലോകത്തെ മനസ്സിലാക്കാനും ദൈവം നൽകിയ അവസ്ഥയെ ചിന്തിക്കാനും ഒക്കെ കിട്ടുന്ന അവസരമാണ്. ഇതിനെയൊക്കെ നമ്മൾ കാണണം എന്നാണ് പറയുക. നമ്മൾ നമ്മുടെ മാത്രം ഒരു ജീവിതം കാണുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ടെൻസ്ഡാവും. പക്ഷേ നമ്മളെപ്പോൾ വേറെ കുറേ പേരും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ മുഖത്തെ ചുണങ്ങാണ് വലുതെന്ന് കരുതുമ്പോൾ അപ്പുറത്ത് വെള്ളപ്പാണ്ടുള്ള ആൾ എന്നെ നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് തളരാതെ നമ്മളെക്കാൾ കൂടി ഇഷ്യൂ ഉള്ളവരെ നോക്കിയിട്ട് നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ എന്നോർത്ത് ധൈര്യപ്പെടണം. എന്ത് കാര്യങ്ങളിലും ഇപ്പോൾ മോന്മാർക്ക് കിട്ടിയാലും മോളുമാർക്ക് കിട്ടിയാലും ഒക്കെ നമ്മൾ ആ രീതി വേണം എന്ന് കാണാനായിട്ട്. ഏതായാലും ഇങ്ങനെ സംഭവിച്ചാൽ ബാക്കി നമ്മൾ ചെയ്യുക. കാലിൽ ചെളി വരിക, കഴുകുക, അല്ലാതെ ചെളിയെക്കുറിച്ച് ധ്യാനിക്കുന്നതല്ലല്ലോ. എന്നൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെല്ലാം ഫേസ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ വഴികൾ നോക്കുക, അറിവുള്ളവരോട് കൺസൾട്ട് ചെയ്യുക, നമ്മളതിനെ ചിന്തിച്ച് ചുമ്മാ ഉത്തരം കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു സ്വന്തം ഫിലോസഫി, തത്വശാസ്ത്രം നമ്മൾ മെനഞ്ഞെടുത്ത് ആ അവസ്ഥയെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതേ ഉള്ളൂ നമുക്കൊരു പോം വഴിയായിട്ടുള്ളൂ. പിന്നെ ഓർക്കണം, എത്ര പേര് മക്കളില്ലാത്തവരുണ്ട്. നമുക്ക് മക്കളുണ്ടല്ലോ. എത്രയെണ്ണം വല്ലാതെ വേറെ വഴിയെ പേടിച്ചു പോന്നു. ഇത് പേടിച്ചൊന്നും പോയില്ല, മാറി കെട്ടിയെന്നല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ചില വലിയ കടുപ്പത്തെ നമ്മൾ ഇങ്ങനെ ഒന്ന് കാണണം. അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേയൊക്കെ സാന്ത്വനമായിട്ട് ഇതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി നമുക്ക് ലഭിക്കുക. നമ്മൾ പേരൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട് സാധാരണ, ഇത് സാരമില്ല, ഇത് ലോകത്ത് മുഴുവൻ ഉള്ളതാണ്. പിന്നെ പഴയതുപോലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജീവിക്കുന്നതല്ല. പിള്ളേർ കെട്ടിയാലും ലോകമാണ് മൊത്തം. ചിലപ്പോൾ ഇന്ന് ഇവിടെ കെട്ടിയിട്ട് 2 ജാതിയാണ് താമസിക്കുന്നത്. അങ്ങ് മോസ്കോയിലോ അയർലൻഡിലോ ഒക്കെ ആകുമ്പം ആരും ഇവിടെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്ന പേരൻസിനെ നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോഴല്ലേ എല്ലാവരും പറയുക, കെട്ടി അവരുടെ വഴിക്ക് പോയാൽ ഇല്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കാവുന്ന ഒരു സാന്ത്വനം നമ്മൾ പകർന്നു കൊടുത്താണ് വിടുക. ഇതിനൊന്നൊരു ശാശ്വത പരിഹാരം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തേർഡ് പാർട്ടിക്ക് അഡ്യൂസ് ചെയ്യാൻ പറ്റും. നൊമ്പരപ്പെടുന്നത് അപ്പനും അമ്മയ്ക്കാണ്. ആ നൊമ്പരത്തിൽ എന്തെങ്കിലും ഒന്ന് മറ്റൊരു നോക്കി കാണാനുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കാനേ പറ്റുള്ളൂ. ഈ പ്രാർത്ഥനയ്ക്ക്, ഈ ഭാര്യയും ഭർത്താവും ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഈ പ്രശ്നങ്ങളിലൊക്കെ വലിയൊരു സ്വാന്തനമാകാനുള്ളൊരു ശക്തിയില്ലേ ശരിക്കും? ബലം കിട്ടും. ബലം നമ്മൾ വല്ലാതെ ആടിപ്പോകുന്നവർ ഒന്ന് ബലം. കാരണം പ്രാർത്ഥന ഉണ്ടെന്ന രീതിയിൽ നമുക്ക് അറിയാതൊരു സൂപ്പർ നാച്ചുറൽ പവർ നമ്മളിലേക്ക് വരുന്നുണ്ട്. അതിനകത്തൊരു സംശയമില്ല. അത് ചിലപ്പോൾ ചുമ്മാ അതര വ്യായാമ പ്രാർത്ഥനയാണെങ്കിൽ പോലും അതിനകത്തൊരു പവറുണ്ട്. കാരണം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു ദൈവിക ഓർമ്മയുണ്ട്. ഓർമ്മകൾ നമ്മളെ ശക്തിപ്പെടുത്തും. ഇപ്പം ദൈവികമായ ഓർമ്മ, ഇപ്പം അമ്മയുടെ അപ്പൻ്റെ മുഖം ഓർക്കുമ്പോഴാണ് വീട്ടിൽ പോകാൻ നമുക്ക് തോന്നുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഓർക്കുമ്പം ദൈവത്തിലേക്ക് ചെല്ലാനുള്ള ഒരു ദൈവിക ശക്തി നമ്മളിലേക്ക് വരും. അത് ഏത് തകർച്ചയിൽ നമ്മളെ ഉലയ്ക്കാതെ പിടിച്ചു നിർത്തും. സാരമില്ല, ഇതിനപ്പുറത്തൊന്നുണ്ട്, അങ്ങനെ ചിന്തിച്ചു പോകും.
അല്ലെങ്കിൽ ഇതും കടന്നു പോകും. ആ ഒരു ചിന്ത വരും. ഇത് ശാശ്വതമല്ല, ഈ നൊമ്പരം, ഈ മുറിവ്, തകർച്ച ഇതും കടന്നു പോകും. അല്പം കൂടെ നന്മയുടെ ഒന്ന് മുമ്പിലുണ്ട്. ആ ബോധ്യം തരുന്നത് പ്രാർത്ഥനയാണ്. അപ്പോൾ എന്ത് വരുമ്പോഴും അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റും. അതാണ് പ്രാർത്ഥനയുടെ ബലം. ഈ അവസാനം ചോദിക്കാനല്ല, എന്തായാലും സാമ്പത്തികം പറഞ്ഞു, രോഗം പറഞ്ഞു, മക്കളുടെ സെറ്റ് ബാക്സ് ഒക്കെ പറഞ്ഞു. ഇതിലൊക്കെ അപ്പുറത്തായിട്ട് ചിലരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില സൽപ്പേരിന് കളങ്കം വരുത്തുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വിചാരിക്കുക. ചിലപ്പോൾ സത്യം ഉണ്ടാവും, സത്യം ഇല്ലാതായിരിക്കും. ചില മറ്റുള്ള ബന്ധങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓർക്കാപ്പുറത്തുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കും. വളരെ ഭംഗിയായിട്ട് സ്മൂത്തായിട്ട് പോകുന്ന ഒരു കുടുംബ ജീവിതത്തിൽ ഈ തേർഡ് പാർട്ടി അറ്റാക്ക് വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോവുകയാണെങ്കിൽ ആ പ്രതിസന്ധിയെ എങ്ങനെ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ, കാരണം ഭർത്താവിനൊരു ചീത്തപ്പേരുണ്ടായി, ഒരു നാണക്കേടുണ്ടായി, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ഞാനൊരു ടീച്ചറാണല്ലോ, എനിക്ക് തന്നെ നന്നായിട്ടറിയാം. ഇപ്പോൾ അധ്യാപകരുടെ പേരിലൊക്കെ പല പല ആരോപണങ്ങളും ഉണ്ട്, കുട്ടികളുടെ പേരിൽ ഒക്കെ ആയിട്ടുള്ള. അപ്പം ഇങ്ങനത്തെയൊക്കെ ഉള്ളൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നൊരു സാഹചര്യം വന്നു എന്ന് വിചാരിക്കുക, നമ്മളപ്പോൾ എന്ത് ചെയ്യണം? അവിടെ ഒന്നേ ഉള്ളൂ, ഭർത്താവിന് ഒരു തടസ്സ വരുന്ന അവസരത്തിൽ ഒരു ഊന്നുവടി പോലെ ഭാര്യ കൂടെ നിൽക്കണം. അത് ശരിയാണെങ്കിലും അല്ലെങ്കിൽ എന്തിനാണെങ്കിലും തെറ്റ് പറ്റിയാലും കൂടെ നിൽക്കണം. ഇപ്പം ഉദാഹരണത്തിന് അമ്മ അപ്പനോട് ഇഷ്ടക്കേടാണെങ്കിൽ അപ്പൻ്റെ കുറ്റം മക്കളോട് പറയല്ല. മക്കളോട് പറയുമ്പോൾ അപ്പൻ്റെ നല്ല സൈഡേ പറയാവൂ. ഒറ്റയ്ക്ക് അപ്പനോട് എന്തും പറയാം, മക്കളെയൊക്കെ പറയാൻ. അതുപോലെ ഭാര്യയ്ക്കൊരു തെറ്റ് പറ്റിയാൽ മക്കളുടെ കാര്യം അപ്പം ചൂടാകരുത്, ഒറ്റയ്ക്ക് പറയാം. അപ്പം ആ രീതി ബലം കിട്ടണം. ഇപ്പം എൻ്റെ അച്ചു അവളും കൂടി അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ എന്ന് പറയുന്നവരുണ്ട്. എൻ്റെ കെട്ടിയവനും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജീവിതം അവസാനിപ്പിച്ചേനെയും പറയുന്ന പെണ്ണുങ്ങളുണ്ട്. പക്ഷെ അവസാനിപ്പിക്കാത്തതിൻ്റെ കാരണം താങ്ങി നിൽക്കുന്ന ഒരു ഊന്നുവടി പോലെ ഭർത്താവ് നിന്നു. ആരെല്ലാം പറഞ്ഞാലും ഞാനാണ് നിന്നെ കെട്ടിയത്, എനിക്ക് തന്നെ അറിയാം. ആരെന്തെല്ലാം പറഞ്ഞാലും എൻ്റെ കെട്ടിൽ താരം എഴുതി ഇങ്ങേരാ, എനിക്ക് ഇങ്ങേരെ അറിയാം. ഞാൻ ലോകത്തെ അല്ല എൻ്റെ ഭർത്താവിനെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ ലോകത്തെ അല്ല എൻ്റെ ഭാര്യയാണ് വിശ്വസിക്കുന്നത്. ആ ഒരു ബലം കിട്ടിയാൽ ഈ ലോകം മൊത്തം എതിർത്താലും പിടിച്ചു നിൽക്കാൻ പറ്റും. പൗലോസ് പറയുന്നില്ലേ, ക്രിസ്തു എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? നഗ്നതയോ ആപത്തോ വാളോ പട്ടിണിയോ വന്നവയോ വരുവാനുള്ളവയോ ഒന്നിനും എന്നെ അകറ്റുക സാധ്യമല്ല. അതുപോലെ തന്നെ പറയാം, ഭാര്യ എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ചിലർ പറയാറില്ലേ, നീ ഒരാളെ കൊന്നിട്ട് വന്നാലും ശരി, ഞാൻ നിന്റെ കൂടത്ത് നിൽക്കും, ഏത് ക്രൈമിനും, പാർട്ട്നേഴ്സ് ഇൻ ക്രൈമിൽ പോലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എന്ന് പറയുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കറക്റ്റാണ്. ചിലപ്പോൾ അതൊരു മാനസാന്തരവുമാകും അല്ലേ? ചിന്തിക്കാൻ അവസരമാവും, അടുക്കാൻ അവസരമാവും, ഒപ്പം ഒരു മനബലവും ഒരു മനക്കെട്ടിയാവും. മക്കൾക്കും തോന്നും ഇതാണ് ദാമ്പത്യം. ഒരു ടീച്ചിങ്ങാണ്, ഇൻഡയറക്റ്റ് ടീച്ചിങ്ങാണ്, ഇതാണ് ദാമ്പത്യം. അങ്ങനെ ചിന്തയും വരും. എന്തായാലും ഞാനും ഒത്തിരി സന്തോഷം എനിക്കിത് കേൾക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന പല കുടുംബങ്ങൾക്കും ഇന്നത്തെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ അച്ഛൻ്റെ വാക്കുകൾ ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വിഷയമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.